ശബരിമല നെയ് ഇടപാടിൽ അന്വേഷണം മുൻ ദേവസ്വം ഉദ്യോഗസ്ഥനിലേക്ക്. ശബരിമല നെയ് ഇടപാടിൽ ക്ഷീരസഹകാരിയും മുൻ ദേവസ്വം ബോർഡ് ജീവനക്കാരനുമായ വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായി വിജിലൻസ് കണ്ടെത്തൽ. ഇയാൾ വഴിയാണ് ബോർഡിലെ ഉന്നതർ മേൽമേലെ ചില ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയത്. ഇയാൾ ഉയർന്ന പദവികൾ വഹിച്ചിട്ടില്ലെങ്കിലും ബോർഡിലെ ഉന്നതരുമായി അടുത്ത ബന്ധമാണുള്ളത്. ക്ഷേത്ര ജീവനക്കാരനായി തുടങ്ങി ഓഫീസറായി വിരമിച്ച ഇയാൾ പിന്നീട് തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ പ്രധാന ചുമതലയിലെത്തി. ശബരിമല നെയ്യ് ഇടപാടിൽ ടെൻഡറിൽ പങ്കെടുത്തവരെ ഒഴിവാക്കി. പങ്കെടുക്കാത്ത മിൽമയ്ക്ക് ടെൻഡർ നൽകാൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. മിൽമ MD അറിയാതെ ബോർഡിലെ ഉന്നതരുമായി ചർച്ച നടത്തിയാണ് കരാർ ഉറപ്പിച്ചത്. ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ കുങ്കുമരാജ് ഡയറി ഒഴിവാക്കി മിൽമയിൽ നിന്നും വാങ്ങിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. ബോർഡിലെ ജീവനക്കാർക്കും ക്രമക്കേടിൽ പങ്കുണ്ട്. ശബരിമലയിൽ ജോലിയുള്ളവരും അന്വേഷണ പരിധിയിലുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് SPയെ പരാതിക്കാരനാക്കിയാണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തത്. സ്വർണ്ണപ്പാളി കേസിൽ റിമാൻഡിലുള്ള മുൻ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം അജികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും തുടർ നടപടിയിലേക്ക് കടക്കുക. നിലവിലെ അംഗം PD സന്തോഷ് കുമാർ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നെങ്കിലും മിൽമയുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് മിൽമയിൽ നിന്നും വാങ്ങിയ നെയ്യിൽ നിന്നും 3465 ലിറ്റർ വാഹന കരാറുകാരൻ വാങ്ങിക്കൊണ്ടുപോയെന്ന സൂചനയിലേക്കും SITയുടെ അന്വേഷണം. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണത്. മിൽമ തിരുവനന്തപുരം പത്തനംതിട്ട ഡയറികളിൽ നിന്നും പമ്പയിലേക്ക് നെയ്യ് എത്തിക്കാൻ കരാറെടുത്തയാളിലേക്കാണ് സംശയം നീളുന്നത്. ലിറ്ററിന് 510 രൂപ നിരക്കിലാണ് മിൽമ ദേവസ്വത്തിന് നെയ്യ് നൽകിയത്. വിപണി വില 706 രൂപയാണെന്നാണ് ദേവസ്വം രേഖകളിലുള്ളത്. അങ്ങനെയെങ്കിൽ 538 രൂപയ്ക്ക് വാങ്ങുന്ന നെയ്യ് ഉയർന്ന വിലയ്ക്ക് മറച്ചു വിൽക്കാൻ വാങ്ങിയതാകും എന്നാണ് വിവരം. ദേവസ്വം ലെഡ്ജർ പ്രകാരം 1,50,000 ലിറ്റർ ശബരിമലയിലേക്കും 5,010 ലിറ്റർ നിലയ്ക്കലേക്കും 3,000 ലിറ്റർ പന്തളത്തേക്കും 3,525 ലിറ്റർ എരുമേലിയിലേക്കും പോയിട്ടുണ്ട്. ഇതിൽ പറയുന്ന 1,50,000 ലിറ്റർ സന്നിധാനത്ത് എത്തിയില്ലെന്ന സംശയം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ട്രാക്ടർ ഡ്രൈവർമാരെ ചോദ്യം ചെയ്താൽ തെളിവ് കിട്ടുമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു.